നമ്മൾ ഇതിന് മുന്നേ ബട്ടർ ചിക്കൻ ചെയ്തതാണ്. ബട്ടർ ചിക്കൻ കുറച്ച് എന്നാ പറയുക, നമ്മൾ ഇച്ചിരി പണിയെടുത്ത് ചെയ്തതാണ്. ഇന്ന് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാന്ന് പറയുമോ, ഉള്ളി അരിയാൻ ഇച്ചിരി പാടാ, പിന്നെ ചെയ്യാൻ പാടാ. മാത്രമല്ല ഞങ്ങൾ വൈകുന്നേരം 6-7 മണിയാവും ചേച്ചി വീട്ടിലെത്തുമ്പോൾ. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ നോക്കുന്നത്, ബ്രെഡ് കഴിച്ച് മടുത്തു, ദോശ കഴിച്ച് മടുത്തു, പിന്നെ എന്നാ പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ മേല എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സ്ക്യൂസസ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇന്നിവിടെ ഒരു എളുപ്പ വഴിയിൽ ഒരു ബട്ടർ ചിക്കൻ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതിനകത്ത് ഉള്ളി അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് വേണ്ടിയ സാധനം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് എത്രയായാലും ബട്ടർ വേണം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളകാണ്. ഇത് ടൊമാറ്റോ അരച്ചു വെച്ചേക്കുക. ഇതിനകത്ത് ചിക്കൻ എന്നാ ചെയ്തതെന്നറിയാമോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചേച്ച് ബട്ടറിനകത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇത്രയാ ചെയ്ത് വെച്ചേക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്രഷായിട്ട് അത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കറിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റും. പിന്നെ കുറച്ച് ഗരം മസാല, ഇച്ചിരി ഉപ്പ്, കുറച്ച് ഫ്രഷ് ക്രീം, മല്ലിയില, ഇച്ചിരി പുതിന കസൂരി മേത്തി, മല്ലിയില പുതിനയില എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ പോയതാ. പക്ഷെ മല്ലിയിലയും കസൂരി മേത്തിയാണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ച് ഇതിനകത്ത് വേറെ ഒന്നുമല്ല, ആദ്യം ഇടാൻ പോകുന്ന ബട്ടറാണ്. എളുപ്പ വഴിയിലുള്ളൊരു ബട്ടർ ചിക്കനായത്. ഫസ്റ്റ് ഒരു 2 ക്യൂബ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര ചിക്കനാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത്രയും കണക്കാക്കി ഇട്ടോണം. ഇതിനകത്ത് ഇപ്പം ഉള്ളി വഴറ്റാനോ അങ്ങനെ ഒന്നും ഇല്ല, അന്നേരം ഒത്തിരി ബട്ടർ വേണ്ട. പക്ഷേ എന്നാലും ചിലർക്കുണ്ടല്ലോ ഇഷ്ടമാണ്, അതിൻ്റെ ഇച്ചിരി ബട്ടറിൻ്റെ ആ ടേസ്റ്റ് വരുന്ന ഇഷ്ടമാണ്. എന്നാൽ ഒത്തിരി അങ്ങായി പോയാലും കൊള്ളുകയില്ല. ഇതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 കിലോ ചിക്കൻ മേടിക്കുവാന്നേൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇതിനകത്ത് ഒരു ഏകദേശം ഞാൻ നല്ല രീതിയിൽ ആ ചിക്കനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വേവിച്ച് വെച്ചേക്കുക. കാര്യം എന്നാണെന്നറിയോ, ഈ ചിക്കനകത്ത് എന്നതേലും ഒന്ന് പിടിക്കണ്ടേ, അല്ലെങ്കിൽ കൊള്ളുകയല്ല ചിക്കനില്ല, അതിനകത്ത് ടേസ്റ്റ് വരികയില്ല. അപ്പം ഇച്ചിരി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇനി ഗ്രേവിക്ക് കണക്കാക്കി മാത്രം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടില്ല, 3/4 ഇട്ടിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ച് ചതയ്ക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. വെളിയിൽ നിന്ന് മേടിക്കുന്ന ആണെന്നെങ്കിൽ 3 ടീസ്പൂൺ ഇടണ്ട, 2 ടീസ്പൂൺ നിറച്ചിട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ് കണക്കാക്കി മുളക് പൊടി. അത് കാശ്മീരി ആയാലും നമ്മുടെ സാധാ മുളക് പൊടി ആണേലും. ഇതിപ്പോൾ കാശ്മീരി ആണോ, അതുകൊണ്ട് ഒരു 4 ടീസ്പൂൺ ഇടാം. ഇതിൻ്റെ ആ ഒരു പച്ച റോ ടേസ്റ്റ് ഇല്ലേ, അതൊന്നും മാറണം. ബട്ടറിനകത്ത് കിടന്ന് മൊരിയുമ്പോൾ. ഇനിയിപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇനി എന്നാ റെസിപ്പി വെച്ചാലും ഉണ്ടല്ലോ, ഇച്ചിരി ബട്ടറിനകത്ത് വെക്കുവാന്നേൽ ഇച്ചിരി ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ എന്നെ ചീത്ത വിളിക്കാറുണ്ട്, എല്ലാം ഫാറ്റ് ഫുഡ്സാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ എന്നെ ചീത്ത വിളിക്കല്ലേ. ഇതിനകത്തോട്ട് അതായത് നമ്മുടെ ആ പൊടിയെല്ലാം ഒന്ന് ചേർത്തില്ലേ, അതങ്ങ് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ ചേർക്കുക. പൊടി ചേർക്കുമ്പോൾ സിമ്മേ വെക്കുക, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും, ഒരു കരിച്ചോ വരും. അത് വേണ്ട. പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞേച്ചാൽ തീ കൂട്ടിക്കോ. തീ കൂട്ടിയേച്ച് ടൊമാറ്റോ അരച്ചത് ചേർത്താൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടത്, ഈ ടൊമാറ്റോയ്ക്ക് കംപ്ലീറ്റ് വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് പോയേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികയില്ല. ഇതിനകത്തോട്ട് ഒരിച്ചിരി ഉപ്പ്, ഗ്രേവിക്ക് മാത്രമായിട്ടുള്ള ഉപ്പാന്നു. ഇറച്ചിക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ
നമ്മൾ ഫസ്റ്റ് ടൈം ചേർത്തേക്കുന്ന ആ ബട്ടറില്ലേ അതൊന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവേ. അല്ലാതെ നമ്മൾ ധൃതി പിടിച്ചേച്ച് പെട്ടെന്ന് കയറി അങ്ങ് ഇറച്ചിയൊന്നും ഇട്ടേക്കരുത്. അഥവാ നമ്മൾ ഇനിയിപ്പോൾ പച്ച ഇറച്ചിയാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ വറക്കാതെ ഒക്കെ ഇടുവാന്നേൽ ഒരു കാര്യം ചെയ്തോ, ഇത് ഈ സമയത്ത് അങ്ങ് ഇട്ടു. അന്നേരം അതിൻ്റെ സ്റ്റോക്കും കൂടെ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. വറുത്തേച്ചിടുന്നതാണെന്നും ഇച്ചിരി നല്ല ടേസ്റ്റ് ഉള്ളത്. വറക്കാതെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നും വരികയില്ല. പക്ഷേ നമ്മൾ എത്രയായാലും ഒരു കറി വെക്കുമ്പോൾ അതിന് രുചി വേണമല്ലോ. ഞാൻ എപ്പോഴും പറയുമല്ലോ, എണ്ണയിലായിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് വെച്ച് നമ്മൾ ഒരു കാര്യവും ചെയ്യുകയല്ല. അതിൻ്റെ ആ ഒരു കറക്റ്റ് ഔട്ട്പുട്ട് വരണം. ആ പൊടി എല്ലായിട്ടും നല്ലതായിട്ട് അങ്ങ് ചേരട്ടെ. ഇനി ഇതിനകത്തോട്ട് ശകലം ഗരം മസാല, ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ. ബട്ടർ ചിക്കൻ ഒരുപാട് സ്പൈസി അല്ല, അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നോക്കിക്കൊള്ളുക. ചിലർ പച്ചമുളക് ചേർക്കും, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ തരാം. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലോണം അരച്ച് ഇതിനകത്ത് ചേർത്തേച്ചാൽ നല്ല പേസ്റ്റ് ആക്കണം. അതായത് നമ്മുടെ ഫ്രഷ് ക്രീം മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ അത്രയും ആ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസാക്കി അത്രയും പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു ശകലം വെള്ളം, അതായത് നമ്മുടെ ആ ചേർത്തേക്കുന്ന ഗ്രേവിയും ആ എല്ലാം കൂടെ ഒന്ന് ചേരാനായിട്ടാണ്. ഈ സമയത്ത് ഇച്ചിരി ഉപ്പോ പുളിയോ എന്നാ വെച്ചാൽ ചേർക്കാം. മുളക് പൊടി ചേർക്ക് വന്നേൽ ബട്ടറിനകത്തോട്ട് ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. അതല്ല പച്ചമുളകാണ് വേണ്ടെങ്കിലും ബട്ടറിനകത്ത് തന്നെ ഇതങ്ങോട്ട് വഴറ്റിയേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട്. നമ്മൾ എണ്ണയിലൊക്കെ ചെയ്തേച്ച് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് ഇതല്ലേ, അന്നേരം അതിൻ്റെ ആ ടേസ്റ്റ് ഡിഫറൻസ് വരും. ഇപ്പം നമ്മൾ ആ ചേർത്ത ആ ഫസ്റ്റ് ചേർത്ത ആ എന്നാ പറയുക ബട്ടർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ടേ. ഫ്രഷ് ക്രീം കിട്ടിയില്ല, അണ്ടിപ്പരിപ്പ് അരയ്ക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാം, അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് കശകശയും കൂടെ അരയ്ക്ക് വന്നതിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷേ കശകശ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുകയില്ല. ഇതിലൊക്കെ ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഫ്രഷ് ക്രീം മേടിച്ച് ഒഴിക്കുന്നത് തന്നെയാണ്. ഇനി ഇതിനകത്തോട്ട് കസൂരി മേത്തി ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി ഇടുക. അതായത് ആ ചിക്കനേലും ആ ഗ്രേവിയിലും ഒന്ന് പിടിക്കാനായിട്ട്. പിന്നെ നമ്മൾ വാങ്ങിയേച്ചിടും. ഇത് നല്ലതായിട്ട് ആ ബട്ടർ ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം അതിന് വെയിറ്റ് ചെയ്യാനും മാത്രം സമയമൊന്നും വേണ്ട. കാര്യം എന്നാണെന്നറിയോ, നമ്മൾ ഈ ധൃതി പിടിക്കാതെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട്, അതായത് നമ്മൾ ആദ്യം ബട്ടർ ഇട്ട് പിന്നെ പൊടിയെല്ലാം ഇട്ട് അല്ല ഇഞ്ചി വെളുത്തുള്ളി അത് മൂക്കുന്നതനുസരിച്ച് പുറകെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അത് അതിൻ്റെ ജോലി ചെയ്തോളും. അതായത് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറ്റി മൂത്തൊക്കെ വന്നോളും. പിന്നെ നമ്മൾ എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എണ്ണയൊന്ന് തെളിയാൻ വേണ്ടി ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, അത് ആ പൊടിയെല്ലാം വേവുകയും ചെയ്യും, അതിൻ്റെ റോ ടേസ്റ്റ് മാറുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കനകത്താണെങ്കിൽ അങ്ങനെ, പനീറിനകത്താണെങ്കിൽ അങ്ങനെ, ഏതിലാണ് അത് പിടിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലോണമായ മസാലാസ് എല്ലാം പിടിക്കുകയും ചെയ്യും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി തീ കുറച്ച് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രഷ് ക്രീം എത്രയാണോ അതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് ചേർക്കണം. കാര്യം ആ ക്രീമിൻ്റെ ടേസ്റ്റും ആ ടെക്സ്ചറും എല്ലാം നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് വരണം. എന്നിട്ട് ലാസ്റ്റ് വാങ്ങാൻ നേരം 5 minutes ബിഫോർ ബാക്കി ക്രീം കൂടെ ചേർത്തേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ. ഗ്രേവിയൊക്കെ നിറയെ വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഫുൾ ക്രീം തന്നെ ചേർക്കരുത്. ഇതേപോലെ പകുതി ക്രീം ചേർത്തേച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് മതി ബാക്കിയെല്ലാം ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രേവി ആക്കി അതിൻ്റെ ആ കറിയായേ. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കസൂരി മേത്തിയും. ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് ഇട്ടേക്കല്ല,
പതുക്കെ പതുക്കെ. ഇതൊരു 5 minutes ആയിട്ടൊന്ന് അടച്ചിട്ടേച്ച് കുറച്ച് കഴിയുമ്പോൾ, അതായത് ആ ഗ്രേവിക്കകത്തോട്ട് ആ കസൂരി മേത്തിയും മല്ലിയിലയും എല്ലാം ഒന്ന് ചേരണം, ആ ഒരു മണം അതിനകത്തോട്ട് വരണം. ഇതെല്ലാത്തിനും വേണ്ടിയിട്ടൊരു വേവാനായിട്ടൊന്നുമില്ലല്ലോ, നമ്മളെല്ലാം മൂപ്പിച്ചെടുത്തേക്കുമല്ലേ. അത് മാത്രമല്ല ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് അത് വറുത്ത് വെച്ചേക്കും. അപ്പോൾ ഇതിനൊന്നും നേരം അധികം എടുക്കുകയല്ല. ഈ സമയത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചിട്ടേച്ചെടുക്കുമ്പോൾ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് മുന്നേ നോക്കുക. അതിന് എന്നതേലും ഒരു കുറവുണ്ടെങ്കിൽ ചേർത്തേച്ച് വേണം ഇത് അടച്ചിടാൻ. അപ്പോഴത്തേക്ക് ആ ചിക്കനകത്തും കൂടെ ആ ഫ്ലേവർ പിടിക്കുമ്പോൾ എന്തോരം ആ ഗ്രേവിയിൽ കുറയും. ഇതെല്ലാം നോക്കിയേച്ച് വേണം ചേർക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, നോക്കി അതിന് ആ ബട്ടർ കംപ്ലീറ്റ് മേളി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചേർത്തത്. ഇനി ഇതിനകത്ത് ഒന്നുമില്ല, ബാക്കി ക്രീമും കൂടെ ചേർക്കുക. കുറച്ച് കസൂരി മേത്തി, കുറച്ച് മല്ലിയില, അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു നുള്ള്, ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് ഗരം മസാല. തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചിക്കനും മീനും എന്നതാണേലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഇത്രയേ ഉള്ളൂ. രാവിലെ ഉണ്ടാക്കി വെച്ചേച്ച് പോകുമ്പോൾ ആണെങ്കിൽ ചീത്തയായി പോകുമെന്നുള്ളത് അറിയത്തില്ല. ഉണ്ടാക്കി വെച്ചേച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തേച്ച് വന്ന് കഴിക്കുമ്പോഴത്തേന് ചിക്കനകത്ത് എല്ലാം പിടിച്ചിരിക്കുവേ. അങ്ങനെ കഴിക്കാൻ ഏതൊരു ചിക്കൻ, അതായത് നോൺ വെജിൻ്റെ ഏത് ഐറ്റമും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിക്കനകത്ത് ഗ്രേവിയുടെ നമ്മൾ ചേർത്തേക്കുന്ന ഒന്നും പിടിക്കുകയല്ല. പിടിക്കാതിരുന്നാൽ അതിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയും. ഇതാണോ ബട്ടർ ചിക്കൻ എന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ക്രീമൊക്കെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. ഇത്രയേ ഉള്ളൂ എളുപ്പമുള്ള ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്.